ഇപ്പോൾ ഫലസ്തീനികൾ അവർ ജനോസൈഡിന് വിധേയമാക്കുകയാണ്. അവിടെയും ഉത്തരം പറയേണ്ടത് മുസ്ലിങ്ങളാണ്, നിങ്ങളുടെ മതത്തിന്റെ പ്രശ്നമാണ്. ലെബനോനിൽ പോയി ഇസ്രായേൽ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുന്നു, അവിടേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുന്നു, അവിടെയും മുസ്ലിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഇത് ഞങ്ങളുടെ ആശയമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ജർമ്മനിയിലുള്ള ജൂതന്മാരുടെ അവസ്ഥ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവർ ആദ്യം തന്നെ ഒരു ഡീഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട്. അവർ സമൂഹത്തിന് മോശമാണ്, അവിടെ എവിടെ ഉണ്ടായാലും അത് പ്രശ്നമാണ്. യൂറോപ്പിന്റെ ഒരു പൊതുബോധം അതായിരുന്നു, ജൂതന്മാർ എവിടെ ഉണ്ടോ അത് പ്രശ്നമാണ്, അവർ സമൂഹത്തിന് പ്രശ്നമാണ്, അവർ മൊത്തത്തിൽ കുഴപ്പക്കാരാണ് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹിറ്റ്ലർ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ജനോസൈഡും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അത് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ജൂതന്മാർ എല്ലായിടത്തും പ്രശ്നമാണെന്നാണ്. ഇപ്പോൾ അത് ഒരു ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള വലിയൊരു പ്രശ്നമായും ഒരു അബദ്ധമായും നമ്മൾ എണ്ണുമ്പോൾ അതേപോലെയുള്ള മറ്റൊരു അബദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുകയും ഡീഹ്യൂമനൈസ് ചെയ്യുകയും ചെയ്യാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രൂപത്തിൽ ഒരു മഞ്ഞക്കണ്ണട വെച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ കാണുന്നതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം.